സോ ഗൈസ്, ബിഗ് ബോസ് മലയാളം സീസൺ 6 അഞ്ചാമത്തെ എപ്പിസോഡായ 4-ാം ദിവസത്തെ റിവ്യൂ ആണ്. ശരിക്കും എന്താണ് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത്? സീസൺ 6 തുടങ്ങി ആദ്യ ദിവസം വളരെ പോസിറ്റീവ് വൈബിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ. നമ്മൾ പ്രേക്ഷകർ കുറെ പ്രതീക്ഷിച്ചു. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും മോശമെന്ന് പറഞ്ഞാൽ പോരാ, ബിലോ ആവറേജ് സ്റ്റാൻഡേർഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സീസൺ 6. ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഒരു പവർ റൂം കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് വ്യത്യസ്തമായ ഒരു രീതിയിൽ സീസൺ 6നെ മാറ്റാൻ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ശ്രമം നടത്തിയെങ്കിലും പവർ റൂമിലെത്തിയ കണ്ടസ്റ്റൻസ് വെറും വാഴകളെന്ന് പറഞ്ഞാൽ പോരാ, അതിലപ്പുറം എന്തുണ്ടോ അതാണ്. ആദ്യ ആഴ്ചയിൽ തന്നെ പവർ റൂം കൺസെപ്റ്റ് മികച്ച രീതിയിൽ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാമായിരുന്നു. എന്നാൽ ഈ പവർ റൂമിലുള്ളവർ ഒരു രീതിയിലും അവർക്ക് കിട്ടിയ പവർ യൂസ് ചെയ്തില്ല എന്ന് മാത്രമല്ല, പേഴ്സണൽ ഗ്രച്ചസ് തീർക്കാൻ വേണ്ടി മാത്രം അവർക്ക് കിട്ടിയ പവർ യൂട്ടിലൈസ് ചെയ്തു എന്ന് പറയേണ്ടി വരും. ഇതിപ്പോൾ സീസൺ 6 തുടങ്ങി 4-ാം ദിവസവും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പവർ റൂമിലുള്ള കണ്ടസ്റ്റൻസ് മാത്രമല്ല, വിരലിലെണ്ണാവുന്ന കുറച്ച് കണ്ടസ്റ്റൻസിനെ മാറ്റി നിർത്തിയാൽ സീസൺ 6ൽ ബിഗ് ബോസ് കുറച്ച് വാഴ നട്ടിരിക്കുവാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന അവസ്ഥയാണ് പ്രേക്ഷകർക്ക്. 24/7 ഹോട്ട്സ്റ്റാറിൽ കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അമ്മാതിരി വെറുപ്പീരാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 4-ാം ദിവസം യൂഷ്വലായി നടക്കുന്നത് പോലെ രതീഷ് തന്നെയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതും രതീഷിനെ പറ്റിയാണ് ഹൗസിനുള്ളിൽ സംസാര വിഷയവും. ഇതിപ്പോൾ കുറച്ച് കണ്ടസ്റ്റൻസ് രതീഷിനെ ഈ സീസണിന്റെ രാജാവാക്കിയേ അടങ്ങൂ എന്ന വാശിയിലാണ്. എസ്പെഷ്യലി ശ്രീരേഖ, യമുന റാണി എന്നിവരൊക്കെ. ഇവർക്ക് ശരിക്കും ഗെയിം മനസ്സിലാകാതെ രതീഷ് കുഴിക്കുന്ന കുഴിയിൽ വീണ് അവർ രതീഷിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേഴ്സണൽ ഗ്രജസ് മനസ്സിൽ കൊണ്ടു നടന്ന് രതീഷിനെ മാക്സിമം ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. 4-ാം ദിവസവും രതീഷ് ആണെങ്കിലും നമ്മുടെ സീസൺ 2 കണ്ടസ്റ്റന്റ് രജിത് കുമാറിനെ അനുഗ്രഹിച്ച് ഒറ്റപ്പെടൽ ഡ്രാമ കളിച്ചുകൊണ്ടിരിക്കുന്നു. സംഭവം വെപ്രാളം പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാത്ത സ്ഥിതിയിലാണ് രതീഷ് നിലവിൽ. അതുകൊണ്ട് തന്നെ പുള്ളി ചെയ്യുന്നതെല്ലാം പ്രേക്ഷകരിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പ്രേക്ഷകരെയും വെറുപ്പിക്കുന്നു എന്ന് വേണം പറയാൻ. അതിനിടയ്ക്ക് ബിഗ് ബോസ് ആണെങ്കിൽ പോലും ടാസ്കുകൾ ഒന്നും കൊടുത്ത് ഇവരെ ഒന്ന് ചാർജ് ആക്കാനുള്ള ശ്രമവും നടത്തുന്നില്ല. ആകെ നടക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ പവർ റൂം ചലഞ്ച് മാത്രമാണ്. അതിലാണ് ചെറിയൊരു പ്രതീക്ഷ ഇനിയുള്ളത്. പുതിയ ടീം പവർ റൂമിലേക്ക് വന്നാൽ എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് തന്നെ കരുതാം. അങ്ങനെ ഒരു ചേഞ്ച് വന്നാൽ മാത്രമേ ഇനിയൊരു പ്രതീക്ഷ സീസൺ 6ൽ ബാക്കിയുള്ളൂ. അടുത്തത് പ്രേക്ഷകരോട് പറയാനുള്ളത്, സീസൺ 6 തുടങ്ങി 4 ദിവസമായില്ല. എന്നാൽ ഇപ്പോഴേ ഒരു കപ്പിൾ കോംബോ പുറത്തേക്ക് എത്തിക്കാൻ ജാസ്മിനും ഗബ്രിയും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അവര് ചിലപ്പോൾ പ്രീ പ്ലാൻ ചെയ്ത് വന്നതാവാം. അതല്ലെങ്കിൽ രണ്ടുപേരും ഒരു കംഫർട്ട് സോണിൽ കിട്ടിയത് കൊണ്ട് ഒന്നിച്ച് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളായിരിക്കാം. ബട്ട് നമ്മൾ പ്രേക്ഷകരെ വിഡ്ഢികളാക്കാൻ സമ്മതിക്കല്ല്. ആദ്യം തന്നെ അങ്ങനെ ഒരു ലവ് ട്രാക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അധികം സോഷ്യൽ മീഡിയകളിൽ പബ്ലിസിറ്റി കൊടുത്ത് വളർത്തിക്കൊണ്ട് വരല്ലേ. അങ്ങനെ ശ്രമിക്കുന്നവരെ നമ്മൾ പ്രേക്ഷകർ തന്നെ ആദ്യ അവസരത്തിൽ തീർത്തേക്കണം. അല്ലെങ്കിൽ അതും പറഞ്ഞ് ഈ സീസണും നശിപ്പിക്കും. സീസൺ 6ൽ ആര് വേണമെങ്കിലും പ്രണയിച്ചോട്ടെ, അതിൽ എന്തെങ്കിലും ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ മാത്രം അതൊരു സംസാര വിഷയമാക്കുക. അതല്ല ഒരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയാണെങ്കിൽ അധികം എൻകറേജ് ചെയ്ത് കൊടുക്കാതെ ഇരിക്കുന്നതാകും നല്ലത്. നിലവിൽ തുടക്കത്തിലെ ഒരു കപ്പിൾ കോംബോ ഒന്നും എന്റർടൈൻ ചെയ്ത് കൊടുത്ത് നമ്മൾ പ്രേക്ഷകർ സ്വയം വിഡ്ഢികളാകണ്ട. ഇപ്പോൾ 5 ബിഗ് ബോസ് സീസണുകൾ കഴിഞ്ഞു. പ്രേക്ഷകരും കുറച്ച് ഗെയിം സെൻസിൽ കാര്യങ്ങൾ കാണുക. അപ്പോൾ 4-ാം ദിവസവും ഇത്രയൊക്കെ പറയാൻ നിലവിലുള്ളൂ. ബിഗ് ബോസ് കുറച്ച് വാഴകൾ നട്ടു നനച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ എന്തെങ്കിലും നടന്നേക്കാം. എന്തായാലും കുറച്ച് ടാസ്കുകൾ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടായേക്കാം. ബട്ട് അമിത പ്രതീക്ഷകളൊന്നും വേണ്ട. 1-2 മികച്ച വൈൽഡ് കാർഡ് എൻട്രീസ് വന്നാൽ ചിലപ്പോൾ സീസൺ 6ന്റെ ഈ ശോകാവസ്ഥ മാറ്റിയെടുക്കാൻ സാധിച്ചേക്കാം.